അമ്മായിച്ചിന് കുറേ നാളായിട്ട് നല്ലൊരാഗ്രഹമുണ്ട്. എന്നാലോ ശർമ്മളയ്ക്കും അതേപോലെ തന്നെ ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മായിച്ചിൻ്റെ ആഗ്രഹവും ശർമ്മളയുടെ ആഗ്രഹവും ഒന്നാണോ അത് രണ്ടാണോ അതറിയാൻ വേണ്ടി നമുക്ക് ശർമ്മളയുടെ മേലേക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് ശർമ്മള, യഥാർത്ഥ പേരൊന്നുമല്ല. എനിക്ക് 32 വയസ്സായി. 25ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഇതുവരെയും കുട്ടികളായിട്ടില്ല. ആദ്യത്തെ 3 വർഷം ഹസ്ബൻഡ് ഇവിടെ തന്നെയായിരുന്നു. ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ഗൾഫിൽ കിട്ടി. ഇപ്പോൾ ഗൾഫിലാണ് ഹസ്ബൻഡ്. വർഷങ്ങളായി. നല്ല സാമ്പത്തിക നിലയുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നുള്ളതാണ്. അമ്മായിച്ചനും അമ്മായിമ്മയും എന്നെ ഒന്നും പറയില്ല. എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അമ്മായിച്ചൻ റിട്ടയറായി. അമ്മായിയമ്മയ്ക്ക് ഇപ്പോഴും ജോലിയുണ്ട്. ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പല സമയത്താണ് ഡ്യൂട്ടി. ചിലപ്പോൾ ഇവിടെ കാണില്ല. 2-3 ദിവസം ചിലപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് തിരിച്ചു വരുന്നത്. പുള്ളിക്കാരി വളരെ ജോലിയായിട്ടുള്ളൊരു ടൈപ്പാണ്. ഇങ്ങനെ സംശയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഹസ്ബൻഡാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് എന്നോട്. 2 വർഷം കുട്ടികൾ ഉണ്ടാകാതിരുന്നല്ലോ. ആ സമയത്ത് എല്ലാവരും കൂടെ നിർബന്ധിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരാണ്. ഞാനും ഹസ്ബൻഡും കൂടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നോർമലാണ്. ഹസ്ബൻഡിന് ഒട്ടും കൗണ്ടില്ല. അങ്ങനെ ആയപ്പോഴേക്കും അമ്മായിമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയല്ലേ, ഇനി നമുക്ക് അവിടുത്തെ ഡോക്ടറെ കാണിക്കാം, പുള്ളി നല്ല ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എന്നോട് പറഞ്ഞു, സാരമില്ല, നമുക്ക് ശരിയാക്കാം, മരുന്നൊക്കെ പുള്ളിക്കാരൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ സമാധാനിപ്പിച്ചു. പിന്നീട് അമ്മായിമ്മ മരുന്ന് കറക്റ്റായിട്ട് കൊണ്ടുവരും. അങ്ങനെ എൻ്റെ ഭർത്താവ് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. കുട്ടികളൊട്ട് ഉണ്ടായതുമില്ല. ഇടയ്ക്കിടയ്ക്ക് കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ അമ്മായിമ്മയുടെ കൂടെ എൻ്റെ ഹസ്ബൻഡ് പോകും. കുറച്ചൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇതിനെക്കുറിച്ച് സാങ്കേതികമായി യാതൊരു വിവരമില്ലാത്തതുകൊണ്ട് ഞാനതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചില്ല. എൻ്റെ വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മാച്ചനും അമ്മായിമ്മയും കൂളായിരുന്നു. ഉണ്ടാകുമ്പോൾ ഉണ്ടാകട്ടെ മോളെ, നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോഴേക്കും പതുക്കെ കുട്ടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ തട്ടിയും മുട്ടിയും 3 വർഷം പോയി. അപ്പോഴേക്കും ഹസ്ബൻഡ് ഗൾഫിലും പോയി. പിന്നെ പുള്ളി ഗുളിക കഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലല്ലോ. അത് എപ്പോഴെങ്കിലും നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ എൻ്റെ മനസ്സുമായിരുന്നു. എന്നാലും എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബന്ധുക്കളും മറ്റുള്ളവരും കളിയാക്കും. എന്നെയാണ് അവർ കൂടുതലും കളിയാക്കുക. അവർക്ക് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് 2 പേർക്കും കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഭർത്താവിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വിചിത്രമായി നോക്കുമല്ലോ. നമ്മുടെ ലോകമല്ലേ. ഒരു വട്ടം എൻ്റെ അമ്മ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. എടി, നിൻ്റെ ഭർത്താവ് കഴിഞ്ഞ 1.5 മാസം ഉണ്ടായിരുന്നല്ലോ, അവൻ പോയി, അത് കഴിഞ്ഞിട്ടും നിനക്കൊരു ഗുണവുമില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇടയ്ക്ക് ഹസ്ബൻഡ് ഒന്ന് വന്നിരുന്നു. ആ സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ദുഃഖമായി. ഞാൻ കരഞ്ഞു. ആ സമയത്താണ് പുറത്തു പോയ അമ്മായിച്ചൻ കയറി വരുന്നത്. ഞാൻ കരയുന്ന കണ്ടിട്ട് പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു. ആ സമയത്ത് എന്ത് പറയണമെന്നറിയാത്തതുകൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരഞ്ഞു. പുള്ളിയും വല്ലാതായി. ഞാനും കുറേ നേരം കരഞ്ഞ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെങ്ങനെ ശരിയാകും, എപ്പോൾ ശരിയാകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടുകാരും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ. മോളെ, എല്ലാം ശരിയാകും എന്നൊക്കെ പുള്ളി പറഞ്ഞു. പിന്നീട് എൻ്റെ കരച്ചിൽ ഒന്നടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ എന്നോട് ചോദിച്ചു, മോളെ, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കട്ടെ? അമ്മായിച്ചൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ തുറന്നു ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചോദിക്കച്ഛാ, ഇനിയിപ്പോൾ എന്തിനാ ബാക്കി വെക്കുന്നത്? അച്ഛന് ഏത് രീതിയിലാണ് ഇതിൽ സഹായിക്കാൻ കഴിയുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. നിനക്ക് അവനോട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ? ഇല്ലച്ചാ, എന്നോട് നല്ല സ്നേഹമാണ്, എനിക്ക് സ്നേഹമാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണോ എന്ന് ചോദിച്ചു. അതെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഓക്കെ ആണച്ചാ. ഇപ്പോൾ വന്നപ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് നിനക്ക് തോന്നിയോ? ഞാൻ പറഞ്ഞു, ഇല്ല, അച്ഛനെന്താ അങ്ങനെ ചോദിക്കുന്നത്? അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ കൗണ്ട് കുറവാണെന്നല്ലേ ഉള്ളൂ, അതാണ് പ്രശ്നം. അല്ലാതെ അച്ഛൻ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നീ ആ കാര്യത്തിൽ ഫുൾ ഓക്കെയാണ്? ഞാൻ പറഞ്ഞു, ആണ്. ഓക്കെ, ഇനി ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാം. ഇത്രയും വർഷമായിട്ട് ഞാനത് പറഞ്ഞില്ല. ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ചതിക്കുന്ന പോലെ ആയിരിക്കും. എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നും നിൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താ അച്ഛാ?
മോളെ, ഞങ്ങൾ കല്യാണം കഴിച്ചല്ലോ. അന്നത്തെ സമയത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷം വരെ വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോഴേക്കും 100 ചോദ്യങ്ങൾ വരും. ഇവള് അന്നേ നേഴ്സാണല്ലോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വന്നു. 1.5 വർഷം തള്ളി നീക്കി. എനിക്കാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ പോകാൻ മടിയായിരുന്നു. പക്ഷേ നിന്റെ അമ്മായിമ്മ എന്നെ നിർബന്ധിച്ചു, വന്നേ പറ്റൂന്ന്. പിടിച്ച പിടിയാലെ അവൾ കൊണ്ടുപോയി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മോളെ, എനിക്ക് കൗണ്ട് 0 ആണ്, ഒന്നുമില്ല. അന്ന് ഇതേപോലെ തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. ചെറിയൊരു സർജറിയാണ്, അത് ചെയ്ത് 6 മാസം കഴിയുമ്പോഴേക്കും ഓക്കെ ആകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഓക്കെ ആകുന്നില്ല. പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇനി ഒരിക്കലും കുട്ടികളുണ്ടാകില്ല, ഇതിനി ശരിയാക്കാൻ പറ്റില്ല, അത് ശാരീരികമായിട്ടുള്ള ചില തകരാറുകളാണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുന്നോട്ടെങ്ങനെ ജീവിക്കും എന്നുള്ള വലിയൊരു പ്രശ്നത്തിലായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഭാര്യയെ സൂക്ഷിച്ചു. കാര്യം അവിടെയുള്ളൊരു ഡോക്ടറുമായിട്ട് നല്ല അടുപ്പമുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഹോസ്പിറ്റലിലെ ഒരു റൂമറാണ്, ഉള്ളതാണോ കള്ളമാണോ എന്നറിയില്ല. നിങ്ങളുടെ ഭാര്യ നല്ല സുന്ദരിയാണല്ലോ, അതിന് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അത് വിശ്വസിച്ചില്ല. കാരണം അന്നത്തെ കാലത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളെപ്പറ്റി കൂടുതൽ അപഖ്യാതി പറയുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടാമതും ആ സ്ത്രീ എന്നെ വാൺ ചെയ്തു. അങ്ങനെ ആയപ്പോഴാണ് ഭാര്യയെ പിടിച്ചിരുത്തി ഞാൻ ചോദിച്ചത്, എടി ഇങ്ങനൊരു കാര്യം കേൾക്കുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, മറച്ചു വെക്കരുത്. എന്തായാലും നമുക്ക് കുട്ടികളുണ്ടാകില്ല, പിരിയണമെങ്കിൽ പിരിയാം, നിനക്ക് അങ്ങയുടെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മായിമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയെ ഒത്തിരി ഇഷ്ടമാണ്. പുള്ളിക്കാരൻ അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. പക്ഷേ ഞാൻ കുറച്ചുകൂടി അടുത്ത് പെരുമാറാറുണ്ട്. കാണുമ്പോൾ എന്തോ എനിക്ക് ഒരു പ്രേമം പോലെയുണ്ട്. പക്ഷേ പണ്ടൊന്നും എനിക്ക് പ്രേമമോ ആണുങ്ങളുമായിട്ട് അടുപ്പവും ഇല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെട്ടപ്പോൾ പിന്നെ 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണ്. അവരെയൊക്കെ കാണുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും കുട്ടികളുടെ രൂപഭംഗിയൊക്കെ കാണുമ്പോഴേക്കും എന്തോ എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷയും പ്രണയവുമൊക്കെ പുള്ളിയോട് അങ്ങ് തോന്നുകയാണ്. പുള്ളിയുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി സ്റ്റാഫുകൾ ആ ഹോസ്പിറ്റലിലുണ്ട്. പക്ഷേ അതിലൊന്നും വീഴുന്നൊരു സ്വഭാവമല്ല ആ ഡോക്ടറുടേത്. പിന്നെ പുള്ളി ഇപ്പോൾ ഭാര്യയുമായിട്ട് അത്ര നല്ല ടീംസിലൊന്നുമല്ല. നേരത്തെ അവരുണ്ടായിരുന്ന ക്വാർട്ടേഴ്സിൽ, ഇപ്പോൾ ഇല്ല, അവരവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലും പുള്ളി നല്ല ഡീസൻറ്റ് ജെൻറ്റിൽമാനായിട്ടാണ് പെരുമാറുന്നത്. നീ പറഞ്ഞു വരുന്നത്? അല്ല ചേട്ടാ, എനിക്ക് പുള്ളിയുടെ സൗന്ദര്യം കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊരു പ്രേമം പോലെയുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ പുള്ളിയുടെ 2 മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടികളെപ്പോലെ സൗന്ദര്യമുള്ള കുട്ടികൾ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നും ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഈ 2 കാര്യമേ എനിക്കറിയുള്ളൂ. ബാക്കി എന്തൊക്കെയാണ് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കറിയില്ല ചേട്ടാ എന്ന് പറഞ്ഞു. സാധാരണ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരേണ്ടതാണ്. പക്ഷേ ഒരു കുട്ടി ഉണ്ടാകാൻ മാത്രം എനിക്ക് യോഗ്യതയില്ലല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത വിഷമം തോന്നി. കുട്ടികളെയൊക്കെ കണ്ട് ആ ഒരു സന്തോഷത്തിലായിരിക്കാം ആ ഡോക്ടറോടും എൻ്റെ ഭാര്യയ്ക്കൊരു താല്പര്യം തോന്നിയെന്ന് ഞാൻ വിചാരിച്ചു. അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ആ ചിന്തകൾ എങ്ങനെയുണ്ടായിരുന്നു. എന്തായാലും കുട്ടികളുണ്ടാകില്ല. ഒരു ദിവസം ഞാൻ ഭാര്യയോട് അങ്ങോട്ട് പറയുകയായിരുന്നു, എടി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. എന്തായാലും അങ്ങനെ നിന്നെ കല്യാണം കഴിക്കുമോ? അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, പിന്നെ ഞാൻ കൂടെ എന്നാൽ മതി, ഉടനെ കല്യാണം കഴിക്കാനിരിക്കും, നിങ്ങൾക്ക് എന്താ? ഈ അവസ്ഥയിൽ എനിക്ക് തോന്നിയ ഒരു പ്രണയം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അവളോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നീ അയാളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. എന്തായാലും അങ്ങേർക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. നിനക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, കല്യാണമൊന്നും കഴിക്കണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ നിനക്ക് മറ്റു ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, തോന്നിയിരുന്നു. പിന്നെ നിങ്ങളുമായിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് അങ്ങ് തണുത്തു. എങ്കിൽ തണുക്കണ്ട, മനസ്സ് നന്നായി ചൂടാക്കും. അങ്ങേരുമായി മാക്സിമം അടുക്കുക. അങ്ങയുടെ ഭാര്യ അകന്ന് നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്? മറ്റാരുടെയും പിടിയിൽ അയാൾ വീഴുന്നുമില്ല. നീ എന്തായാലും അത്യാവശ്യ സുന്ദരിയാണ്. ആ വിശ്വാമിത്രൻ്റെ തപസ് നിനക്കിളക്കാൻ പറ്റും. ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? എടി,
തപസ്സിളക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരം വേണമല്ലോ. വരമോ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? എടി, എന്തായാലും അയാളുമായിട്ട് നീ ഇനി അടുത്ത് പെരുമാറണം. ഇനിയിപ്പോൾ നിന്നെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങേർ ഈ വലയിൽ വീഴുകയാണെന്നും അതിൽ നിന്ന് തന്നെ ഗുണം ഉണ്ടാക്കണം. എന്ത് ഗുണം? എന്ത് ഗുണമെന്നോ? ഇപ്പോൾ നിനക്കും എനിക്കുള്ള പേരുദോഷം എന്താണ്? ഒരു കുട്ടി ഇല്ല എന്നുള്ളത്. ആ പേരുദോഷം അവിടെ നിന്ന് മാറ്റിയെടുക്കണം. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾക്ക് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തലയ്ക്കൊരു പ്രശ്നവുമില്ല. എന്തായാലും നോക്കുമ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് ജീവിക്കേണ്ടതാണ്. സമൂഹത്തിൽ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അപമാനിക്കപ്പെടും. അതുകൊണ്ട് എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള ഒരാളല്ലേ, നെയ്യപ്പം തിന്ന് വയർ നിറയ്ക്കാം, പിന്നെ എണ്ണ തലയിൽ തേക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാലും നീ അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടു പേർക്കും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നീ മാക്സിമം ട്രൈ ചെയ്യുക. ഇഷ്ടമുള്ള ആളല്ലേ, അങ്ങനെയാകുമ്പോഴേക്കും ഇപ്പോഴത്തേക്കാൾ കൂടുതൽ നിനക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ അദ്ദേഹം വലയിലാകുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക. ആദ്യം അവൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞു. അവസാനം അവൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഗുണമായിട്ട് ഞാൻ വരുമ്പോഴേക്കും എന്നെയോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയോ നിങ്ങൾ തള്ളിപ്പറയരുതെന്ന്. ഒരിക്കലുമില്ല. ഈ സീക്രട്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ ജീവിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ ട്രൈ ചെയ്തു. വിശ്വാമിത്രൻ്റെ തപസ്സിളക്കി. ഇളക്കിയവൾ വരവും നേടി. അങ്ങനെയുണ്ടായ ഒരു കുട്ടിയാണ് നിൻ്റെ ഹസ്ബൻഡ്. അതായത് പേര് കേട്ടൊരു ഡോക്ടറുടെ മകനാണ്. അയാളുടെ സൗന്ദര്യമെല്ലാം അവന് കിട്ടിയിട്ടുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരിൽ എൻ്റെ എന്തെങ്കിലും ഛായ അവനുണ്ടോ? നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ 100 മടങ്ങ് എന്നെക്കാൾ സുന്ദരനല്ലേ? വേറെ നിറം, വേറെ കണ്ണുകൾ. നീ ശ്രദ്ധിച്ചിട്ടില്ലേ? നിൻ്റെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് പെണ്ണുങ്ങളും ഒന്ന് നോക്കിപ്പോകും. പക്ഷേ എൻ്റെ പ്രശ്നം അവനെങ്ങനെ വന്നു എന്നുള്ളതാണ് എനിക്കറിയാത്തത്. എൻ്റെ അതേ സിറ്റുവേഷനിൽ കൂടിയാണ് അവൻ കടന്നു പോകുന്നത്. അവന് അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ അച്ഛന് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ കാര്യം നടന്നു. അങ്ങേരെ ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോ പോവുകയും ചെയ്തു. ഭാര്യയുമായിട്ടൊന്നും പിരിഞ്ഞില്ല. പിന്നീട് ഒരു കുട്ടി ഉണ്ടായി. ടോട്ടൽ അവർക്കിപ്പോൾ 3 കുട്ടികളുണ്ട്. പിന്നെ പുള്ളിയെ ഞങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് കാണുകയും ചെയ്തു. അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾക്കറിയാമല്ലോ. ഈ കഥ കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. മാതൃകാ ദമ്പതികളായ ഇവരുടെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അവർക്കെന്തായാലും പിന്നീടൊരു കുട്ടി ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇതൊരു കെട്ടുകഥയൊന്നും ആകാൻ യാതൊരു സാധ്യതയില്ല. മോളെ, ഞാൻ ഈ സത്യം പറഞ്ഞത് ഒരിക്കലും നിൻ്റെ അമ്മായിമ്മ അറിയാൻ പാടില്ല. പിന്നെ സ്വന്തം മോനിങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇതെല്ലാം എൻ്റെ കുറ്റമാണ്. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണല്ലോ പണ്ട് അങ്ങനെയൊക്കെ ആയത്. അതുകൊണ്ട് അത് വിധിയാണെന്നും പിന്നെ തെറ്റ് ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് വന്നതാണെന്നും ഒക്കെയാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ടാണ് മോളെ അവൾ നിന്നിൽ നിന്ന് എല്ലാം ഒളിപ്പിച്ച് വയ്ക്കുന്നത്. അവൾക്ക് എന്തോ ഒരു കുറ്റബോധം പോലെയാണ്. പിന്നെ മോളെ, പൂർണ്ണമായിട്ടും അവന് പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ വട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ് നിൻ്റെ അമ്മായിമ്മ പറഞ്ഞത്. അത് പിന്നെ അമ്മ എപ്പോഴും അങ്ങനെ അച്ഛാ പറയുന്നത്. എടീ, പക്ഷേ ഈ പ്രാവശ്യം എന്തൊക്കെയോ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് നിൻ്റെ അമ്മായിമ്മ പറഞ്ഞു. അതൊക്കെ കേട്ട് സന്തോഷിച്ചാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നിൻ്റെ അമ്മായിമ്മ ഇത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഗുണമൊന്നും ഉണ്ടായില്ല. ഇനി അടുത്തത് 3-5 മാസം കഴിയുമ്പോഴേക്കും അവനോട് 10 ദിവസത്തെ ലീവ് എടുത്തൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവന് 15 ദിവസമെങ്കിലും വരും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സങ്കടം ഇത്തിരി മാറി. എങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുക അച്ഛാന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ, അത്തരം അമിത പ്രതീക്ഷകൾ പാടില്ല. അത് വർക്കൗട്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും അമ്മ മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടെന്ന് വിചാരിച്ചാൽ മതി. നടക്കുന്ന കാര്യമല്ല. ഇതിങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോകും. അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്നെ മോഹിപ്പിച്ചിട്ട് ഇപ്പം എന്തായി പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എടീ, ഇത് മികച്ചൊരു സിറ്റുവേഷനാണ്. അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയാം. എൻ്റെ ഭാര്യയോട് അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് നിന്നോട് പറഞ്ഞത്. ഇത് പക്ഷേ നിൻ്റെ ഭർത്താവിനോടോ നിൻ്റെ അമ്മായിമ്മയോടോ പറയരുത്. നമ്മൾ രണ്ടുപേരും കൂടിയുള്ള ഒരു ഡീലായിരിക്കണം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ നല്ലൊരാളെ കണ്ടുപിടിക്കണം. അത് പക്ഷേ നിൻ്റെ പൂർവ്വകാമുകനാകാം, അല്ലെങ്കിൽ നിനക്കറിയാവുന്ന ഒരാളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിനക്ക് പ്രിയപ്പെട്ട, നിനക്ക് ഇഷ്ടം തോന്നുന്ന ഒരാളായിരിക്കണം. ഇനി
അവൻ വരുന്ന സമയത്ത് ആ ആളെയും കൈയെത്തുന്ന ദൂരത്ത് കാണണം. രണ്ടും ഒരേ സമയം പ്രവർത്തന നിരതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ ക്ലിയർ ആകും. കാര്യം ഇവിടെ ഭർത്താവുണ്ട്. ആ സമയത്ത് തന്നെ നീ ഇടദിവസങ്ങളിൽ ആ ആളെ മീറ്റ് ചെയ്യണം. രണ്ടും കൂടെ സമാന്തരമായി പോയി കഴിയുമ്പോഴേക്കും നിന്റെ ഭർത്താവ് തിരിച്ച് ഗൾഫിൽ പോകുമ്പോഴേക്കും ശുഭവാർത്ത വരും. അങ്ങനെ നിന്റെ ഭർത്താവിനും നിന്റെ അമ്മായിയമ്മയ്ക്കും സന്തോഷമാകും. നിന്റെ ജീവിതം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. നിനക്ക് നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മുഖം മറയ്ക്കാതെ ഉയർത്തി മുന്നോട്ട് പോകാം. അച്ഛൻ ഈ പറഞ്ഞ പോലെ അത്ര ഈസി ഒന്നുമല്ല. അമ്മയെന്ന് പറയുമ്പോഴേക്കും അന്ന് അത്ര ധൈര്യമുണ്ടായിരുന്നു. എനിക്ക് പഴയ കാമുകന്മാരോ അങ്ങനെ അറിയാവുന്നവരോ ആരുമില്ല. നമുക്ക് സമയമുണ്ടല്ലോ, അങ്ങനെ ഒരാളെ കണ്ടെത്താം. നീ എൻ്റെ കൂടെ നിൽക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നമുക്ക് സോൾവ് ആക്കാമെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ അന്യ രീതിയിലുള്ളൊരു ബന്ധങ്ങൾക്കും താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനത് ആലോചിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചേർന്നിരുന്നു എന്നോട്. എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഇത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അതിൽ നീ എൻ്റെ കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ നിനക്ക് ഗുണമുണ്ടാകും. പിന്നെ അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. പിന്നെ നിനക്ക് അന്യൊരാളുമായിട്ട് ഒരു കാര്യങ്ങളും മനസ്സിലില്ല എന്ന് പറയുന്നു. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് മറ്റ് യാതൊരു കുഴപ്പമില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമേ കുഴപ്പമുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നോട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ചില സോഫ്റ്റ് കോർണറുകളുണ്ട്. നീ അങ്ങനെ വിളിക്കണ്ട. എനിക്ക് കറക്റ്റായിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ലെങ്കിലും നിനക്ക് ഏകദേശം മനസ്സിലായി കാണും. നീ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രയോജനമില്ലെങ്കിലും നിൻ്റെ പേടിയും പരിചയക്കുറവും അല്ലെങ്കിൽ അന്യ ആളുകളോടുള്ള സമീപനവും അടുപ്പക്കുറവും ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉപകരിക്കും. ഇത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അച്ഛൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. കള്ളക്കഥകളും എന്തൊക്കെയോ വിചിത്രമായ കാര്യങ്ങളും പറഞ്ഞിട്ട് അച്ഛനൊന്ന് ആറാടണം. എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ദേഷ്യത്തോട് പറഞ്ഞു, ശരി, ഞാനൊരു ട്രിക്ക് പറഞ്ഞു. നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല, പഴയതുപോലെ പോകാം എന്ന് പറഞ്ഞു. പിന്നീട് അച്ഛൻ 2 ആഴ്ചത്തേക്ക് എന്നോട് മിണ്ടിയില്ല. അമ്മയുടെ മുന്നിൽ വെച്ച് നോർമലായി ഭാവിക്കുമെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ ഒന്നും മിണ്ടില്ല. എനിക്ക് പിന്നീട് വല്ലാത്തൊരു വീർപ്പുമുട്ടലായി. ഒരു ദിവസം ഞാൻ അടുത്തെന്ന് ചോദിച്ചു, അച്ഛൻ എന്നോട് ദേഷ്യമാണോന്ന്. ഞാനൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്നെ കുറ്റപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, അത് സക്സസ് ആകുമെന്ന് അറിയില്ല. എനിക്കായിട്ടിപ്പം ആരെയും കണ്ടെത്താനൊന്നും പറ്റില്ല. എനിക്കതിനുള്ള മെഡിക്കില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, അതൊക്കെ ഞാൻ കണ്ടെത്തിത്തരാം, നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചോദിച്ചു, അല്ലച്ചാ, ആരെ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾ 2-3 പേരുമായിട്ട് ഞാൻ നല്ല കൂട്ടാണ്. കാര്യം അവന്മാർ ഇങ്ങനെ തെറിച്ച് നടക്കുന്ന പ്രായമാണ്. ഞങ്ങൾ ഒന്നിച്ച് ബാറിലൊക്കെ പോയി മദ്യപിക്കാറുണ്ട്. അവന്മാരാകുമ്പോൾ ഈ കാര്യത്തിന് നന്നായിരിക്കും. പോച്ച, മദ്യപിക്കുന്ന ആൾക്കാർ അവന്മാർ കാര്യങ്ങളൊക്കെ പുറത്ത് പറയും. ഇല്ലടി, ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഞാൻ മാന്യമായി ഡീൽ ചെയ്യാം, നീ അവരുടെ ഫോട്ടോ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു. ഫോട്ടോ കണ്ടപ്പോൾ എന്തായാലും നോ പറയാൻ തോന്നില്ല. കിട്ടിയ അവസരം മുതലാക്കണം എന്ന് തോന്നുന്ന 2 പേരാണ്. ഞാൻ പറഞ്ഞ 2 പേരും കൊള്ളാമല്ലോ എന്ന്. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ എല്ലാം റെഡിയാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. അങ്ങനെ കളിയാക്കൊണ്ടെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എൻ്റെ കയ്യിൽ പിടിച്ച് ഒന്ന് വലിച്ചു. എനിക്ക് മനസ്സിലായി, എന്തായാലും എൻ്റെ കാര്യങ്ങൾക്ക് എല്ലാം കൂട്ടി നിൽക്കുന്ന അച്ഛനെ പിണക്കാൻ പറ്റില്ലല്ലോ. മാതളക്കനികൾ കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതായി എനിക്ക് തോന്നി. തിരനുരയുന്ന ആഴക്കടലിൻ്റെ നീലക്കടലാഴത്തിലേക്ക് കപ്പിത്താൻ കപ്പലിറക്കിയപ്പോൾ യുദ്ധക്കപ്പലിൽ കൊടുങ്കാറ്റ് പിടിച്ചതുപോലെ ഞാനും ആടിയുലയുകയായിരുന്നു. എന്തായാലും അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ആഴത്തിലായി. പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അറിയാതെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതം കുറച്ചുകൂടി ക്ലിയർ ആയത് അമ്മായിച്ചനും ഞാനും തമ്മിലുള്ള തുറന്ന പറച്ചിലിൻ്റെ ശേഷമാണ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു. പക്ഷേ അന്ന് അമ്മായിച്ചൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിരുന്നെങ്കിലും എനിക്ക് അവരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ വന്ന വരവിൽ കുറച്ച് ലീവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്നോടുള്ള സ്നേഹപ്രകടനങ്ങളുമായി ഞങ്ങൾ യാത്രകളിലായിരുന്നു. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നീട് ഹസ്ബൻഡ് ഉടനെ വരാമെന്ന് പറഞ്ഞെങ്കിലും ഇത്തിരി താമസിച്ചാണ് മാഡം വന്നത്. അതിനിടയ്ക്ക് അമ്മായിച്ചൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവനെ പേഴ്സണൽ മീറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവൻ വരുന്ന സമയത്ത് മാത്രം മതി
ഫ്രീ ആയിട്ട് ഇടപഴകുന്നത്. അല്ലാത്ത സമയത്ത് ശ്രദ്ധയോടുകൂടി വേണം, അബദ്ധങ്ങളൊന്നും പറ്റരുതെന്ന് ഉപദേശിച്ചു. അങ്ങനെ അവർ രണ്ടുപേരെയും ഞാൻ പലപ്പോഴായിട്ട് മീറ്റ് ചെയ്യാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അമ്മാച്ചനും ഞാനുമുള്ളപ്പോൾ ഇവർ രണ്ടുപേരും വരാറുണ്ട്. ഒന്നിച്ചല്ല, രണ്ടുപേർക്ക് പരസ്പരം അറിയില്ല കേട്ടോ. ഇതെല്ലാം അമ്മാച്ചൻ മാനേജ് ചെയ്തു. കാര്യമായി പറഞ്ഞാൽ ഭർത്താവിനൊപ്പം ഒന്ന് എന്ന് എണ്ണിക്കഴിയേണ്ട ഞാൻ പിന്നീട് 2, 3, 4 എന്നിങ്ങനെ എണ്ണി ആഴക്കടലിൽ നീന്തി തുടിക്കേണ്ടി വന്നു. അത് ഒരു കണക്കിന് വളരെ രസകരവും ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയില്ലാത്ത കാര്യവുമായിട്ട് ഒരേ സമയം എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറ്റബോധവും തോന്നിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഒത്തിരി സന്തോഷവും തോന്നിയിട്ടുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി പോലെയാണ് എൻ്റെ ജീവിതത്തിൽ തോന്നിയത്. അങ്ങനെയാണ് കഴിഞ്ഞ വട്ടം ഹസ്ബൻഡ് വന്നപ്പോഴേക്കും 1 മാസത്തിൽ മേലുണ്ടായിരുന്നു. അപ്പോൾ അമ്മാച്ചനും ഞാനും കൂടെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങളൊക്കെ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. കാര്യം എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം മാത്രമല്ലേ ഇവിടെ കാണുകയുള്ളൂ. പകൽ സമയത്ത് പലരെ സന്ദർശിക്കാനൊക്കെ പോയി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് എവിടെ പോയാലും ഞാൻ കൂടെ പോകില്ല. പൊക്കോ, പോയിട്ട് വാ, വൈകിട്ടിങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടും. അത് അമ്മായിച്ചനും എനിക്കും ഒരു സഹായമായിരുന്നു. പിന്നെ അമ്മായിയമ്മ ഇനിയിപ്പോൾ ആരെന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഹോസ്പിറ്റൽ ഡ്യൂട്ടി നിർത്തില്ല. അങ്ങനെ അച്ഛന് കൂട്ടുകാരുള്ളത് കൊണ്ട് ആരും സംശയിക്കുകയില്ല. അങ്ങനെ അച്ഛൻ്റെ ആശീർവാദത്തോടു കൂടി പാലാഴിയിൽ ആറാടിയ പൂവമ്പിളി നീ എങ്ങനെ പാവങ്ങളുടെ പഞ്ചാമൃതമായി എന്ന് പറയുന്നത് പോലെയായിരുന്നു ഇവിടെ കാര്യങ്ങൾ. പകലും രാത്രിയും എല്ലാം വിശ്രമമില്ലാത്ത ഒരു ജീവിതം. അത് കഴിഞ്ഞും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സക്സസ് ആകുമെന്ന് എനിക്കൊരു ഭയമുണ്ടായിരുന്നു. ഹസ്ബൻഡ് പോകുന്നത് വരെ പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. ഇത്തവണയും ഇത് സക്സസ് ആകില്ലേ എന്ന് അമ്മായിച്ചനും ഞാനും കൂടെ കണ്ണിൽ നോക്കി. പക്ഷേ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ ഡേറ്റ് എല്ലാം മാറി. നോക്കിയപ്പോൾ സക്സസ്. അങ്ങനെ വളരെ വളഞ്ഞ വഴിയിൽ കൂടിയാണ് ഈ ഒരു സക്സസിൻ്റെ പാത ഞങ്ങൾ കണ്ടെത്തിയത്. ഇത് ശരിയില്ലെന്ന് എനിക്കറിയാം, എങ്കിലും മാഡം ഒത്തിരി കത്തുകൾ വായിക്കുന്നതല്ലേ, എൻ്റെ കത്തും വായിക്കണം. ഓഗസ്റ്റിലാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഓക്കെ ആയി പോകുന്നു, എല്ലാം നല്ലതിനായിരിക്കും, എല്ലാം നന്നായി പോകും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മാഡം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഈ മെയിലിൽ പറഞ്ഞിട്ടുള്ളത്. ദൈവമേ, ഇതിപ്പോൾ എന്നെ ട്രോൾ ചെയ്താണോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാനെങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? അനുഗ്രഹിക്കാൻ പറ്റിയ ഒരാൾ. എന്തായാലും ചിലപ്പോൾ ഇതൊരു കള്ളക്കഥയോ എന്നെ ട്രോളാൻ വേണ്ടിയിട്ട് ഇതൊരു കഥയായിരിക്കാം. പക്ഷേ ഓക്കെ, അങ്ങനെ യഥാർത്ഥത്തിൽ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി കലാശിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കാൻ ഞാൻ ആരുമല്ല. ഇനി അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ട്രോളാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ സ്വയം ട്രോളുന്നു. ഞാനങ്ങ് അനുഗ്രഹിച്ചു കേട്ടോ. എന്തായാലും ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലെന്ന് നമുക്ക് തറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭാവനയായിരിക്കാം. എന്തായാലും അതിനെ എൻ്റെ പാട്ടിന് വിടുക, അവരവരുടെ ജീവിതം മാനേജ് ചെയ്ത് ജീവിക്കട്ടെ എന്ന് കരുതാം. പക്ഷേ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള വശങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.